ഈ വീഡിയോ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ മുമ്പാണ് കാണണമെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിധി. +2 കഴിഞ്ഞിട്ട് നാട്ടുകാർ പറയണ കേട്ടിട്ട് നേഴ്സിംഗിന് പോകാനായിട്ട് കച്ച കെട്ടിയിരിക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കാക്കകളെക്കാട്ടിൽ കൂടുതൽ കേരളത്തിലെ നേഴ്സുമാരാണെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് DM-ഉം അതേമാതിരി കമന്റിലും വന്ന് പിള്ളേര് ചോദിച്ചു. ഒരുപാടെന്ന് പറഞ്ഞ ഒരു 8 പേരൊക്കെ വന്നിട്ട് ചോദിച്ചു, ചേച്ചി നേഴ്സിംഗ് സീനാണോ, ഈ പറയണൊക്കെ ശരിയാണോ, ജോലി കിട്ടില്ലേ, ഇനി സ്കോപ്പ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷം ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്ന നേഴ്സുമാര് ലക്ഷക്കണക്കിന്, അതായത് കേരളത്തിൽ നിന്ന് തന്നെയല്ല, കേരളത്തിലെ 14 ജില്ലകൾക്ക് പുറമെ ഈ 14 ജില്ലകളിൽ തന്നെ ഇഷ്ടം പോലെ നഴ്സിംഗ് കോളേജ് ഉണ്ട്. അതും ഗവൺമെന്റും പ്രൈവറ്റും ആയിട്ടുള്ള പലതരത്തിലുള്ള. ബാക്കി അത്യാവശ്യം മാർക്കില്ലാത്തവരും അതേമാതിരി ലാസ്റ്റ് മിനിറ്റ് നഴ്സിംഗിന് പോവാന്ന് തീരുമാനിക്കുന്നവരെല്ലാരും കൂടെ കേരളത്തിന് വെളിയിലേക്ക്, അതായത് നമ്മുടെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഡൽഹി, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നഴ്സിംഗിന് ചെയ്യും. ഒരു ബാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 60 പേര് സ്റ്റുഡൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ 40 പേരും മലയാളീസ് ആയിരിക്കും. ബാക്കിയുള്ളവർ മാത്രം അവരുടെ ഓൺ സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റുകളിൽ നിന്നും പിള്ളേരുണ്ടാവുള്ളൂ. ബിക്കോസ് മലയാളികൾക്കാണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് വെമ്പി നിൽക്കുന്നത്. നമുക്ക് ലൈഫിൽ അധികം റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ നഴ്സിംഗിന് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന നഴ്സിംഗ് തന്നെയാണ്. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ജർമ്മൻ പഠിച്ച് B2 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഇനി കുറച്ച് നാളോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്ക് അതും പറയാൻ പറ്റില്ല. അപ്പോൾ നേഴ്സിങ്ങിന് എല്ലാവരും കൂടെ പോണേ എന്തിനാ? പുറത്തേക്ക് പോകാൻ. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല ഗൈസ്. പുറത്തേട്ട് റിക്രൂട്ട്മെന്റ്സ് ഒന്നും എടുക്കുന്നില്ല. അതായത് യൂറോപ്യൻ കൺട്രീസിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ഡിഫിക്കൽട്ടാ. ഇപ്പൊ OET ഒക്കെ ഇത് ഇഷ്ടം പോലെ ആൾക്കാർ വാലറ്റിയും കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന അറിയാവുന്ന ഇപ്പൊ ഉണ്ട്. പിന്നെ പോകാൻ പറ്റും. നമുക്കൊരു 10-20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം ഇനിയും മുടക്കാനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. സ്റ്റുഡന്റ് വിസയിലായിട്ട് കയറി പോകാം. പിന്നെ അറേബ്യൻ കൺട്രീസ് നോക്കിയാണ് പകുതി പേര് ഇരിക്കുന്നത്. പക്ഷേ സൗദിയിട്ടൊന്നും ഇപ്പൊ റിക്രൂട്ട്മെന്റ് എടുക്കുന്നില്ല. വാറിന് ശേഷം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരുപാട് പേര് അത് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ UAE-ട്ടൊക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം റിസ്കില് വിസിറ്റിംഗ് വിസ എടുത്ത് UAE-ൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഡയറക്റ്റ് ഇന്റർവ്യൂസ് മാത്രം അവിടെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തൊക്കെ നടക്കണം. ഒരുപാട് പേര് അങ്ങനെ കയറിപ്പോയി ക്വസ്റ്റ്യൻ മാർക്ക് ആയവരും ഉണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്, ജോലി കിട്ടാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ആലോചിക്കണം. കാരണം ഈ ഒരു 1 ലക്ഷം പേരിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അത്രയും ഇന്റലിജന്റ് ആയിരിക്കണം, അത്രയും നമ്മൾ സെറ്റപ്പ് ആണെങ്കിലല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ.